ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജോയിൻസ് ഇൻ SQL. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ SQL ജോയിൻ യൂസ് ചെയ്യുന്നത് കമ്പൈൻ റോസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രം മോർ ദാൻ 2 or more ടേബിൾസ്. ഓക്കെ, നോക്കിയാൽ join is used to combine rows from 2 or more table based on related column between them. Okay, so ഈ നമ്മൾ റോസ് കമ്പൈൻ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് ടേബിൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരിക്കണം, അതായത് ഏതെങ്കിലും കോളം സെയിം ആയിരിക്കണം. ഓക്കെ, നമ്മൾക്ക് ഈ റിലേഷൻ വേണം നമുക്ക് ഫോറിൻ കീ എന്ന് പറയാം. നമ്മൾ കീസിൽ ഫോറിൻ കീ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഈ ഓർഡർ ടേബിളിലെ കസ്റ്റമർ ID എന്നുള്ള ഒരു കോളം ഈ കസ്റ്റമർ എന്നുള്ള ടേബിളിലെ പ്രൈമറി കീ ആണ്. ഓക്കെ, നമ്മൾക്ക് ഈ ഫോറിൻ കീ റിലേഷൻ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ബേസിക്കലി ജോയിൻ ഒന്നുകൂടെ സിമ്പിൾ പറയാം, നമ്മൾ റോസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു റിലേറ്റഡ് കോളം ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ട് ടേബിൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, 4 തരം ജോയിൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ഇന്നർ ജോയിൻ, ഫുൾ ജോയിൻ. ആദ്യം ലെഫ്റ്റ് ജോയിൻ എന്താന്ന് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് ജോയിൻ എന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റിലത്തെ ടേബിളിലെ എല്ലാ കോളംസും എല്ലാ റോസും എടുക്കും, പ്ലസ് ഇതിന് മാച്ച് ആവുന്നത് റൈറ്റിലത്തെ ടേബിളിൽ നിന്ന് എടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ രണ്ട് ടേബിൾ ആണ് ലെഫ്റ്റ് ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഞാൻ കോളം 3 4. ഓക്കെ, ഈ ലെഫ്റ്റിലത്തെ ടേബിളത്തെ എല്ലാ റോസും എടുക്കും, പ്ലസ് ഓക്കെ നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മൾ ഓർഡർ ID, ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റത്തെ കസ്റ്റമർ ID, ഓർഡർ ID. ഓക്കെ, സോ ഒന്നുള്ള കസ്റ്റമറിന് ഒന്നുള്ള ഇവിടെ നമ്മൾ ജോയിനിങ് കണ്ടീഷൻ പറഞ്ഞ ഈ കസ്റ്റമർ ID എന്നുള്ള കോളാണ്. ഓക്കെ, ഇതാണ് ഇതിൽ കോമൺ ആയിട്ടുള്ളത്. മേ ബി ഈ കോളം നെയിം വ്യത്യാസം വരാം ചിലപ്പോ, പക്ഷെ ഈ റിലേഷൻ എന്താന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇതിന് ഒന്നിന് മാച്ച് ആയത് ഈ സെക്കൻഡ് ടേബിൾ ഒന്നുമില്ല, അപ്പോഴെന്ത് വരും, മാച്ച് ആവുന്ന ഒന്നുമില്ലെങ്കിൽ നൾ വാല്യൂസ് വരും. ഈ രണ്ടിന് മാച്ച് ആവുന്നത് ഇപ്പുറത്തുണ്ട് 2, സോ അതിന്റെ ഓർഡർ ID 101. ഓക്കെ, സോ മൂന്നിന് മാച്ച് ആവുന്നത് ഇവിടെ ഉണ്ട് 102. മൂന്നിന് മാച്ച് ആവുന്ന 3 എന്നുള്ള വരുന്നുണ്ട് 102. ഓക്കെ, 4ന് മാച്ച് ആവുന്നത് ഇപ്പുറത്ത് ഒന്നുമില്ല, അപ്പൊ 4ന്റെ അടുത്ത് നള്ള് വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾക്ക് ഒരു മൂന്ന് കസ്റ്റമർ 3 എന്തെങ്കിലും അധികം പ്രൊഡക്റ്റ് വാങ്ങിയെന്ന് വിചാരിക്കുക. ഓക്കെ, മൊബൈൽ 104. ഓക്കെ, സോ ഇവിടെ 3 എന്ന് പറഞ്ഞത് 2 3 ഉണ്ട് ഇവിടെ, അപ്പൊ നമ്മൾ 2 പ്രാവശ്യം മാച്ച് ആവും. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3ൽ ഇപ്പൊ 102 വന്നു, രണ്ടാമത്തെ 3 എന്തായിരിക്കും, ഈ 104. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് ലെഫ്റ്റ് ജോയിൻ വർക്ക് ആവുന്നത്. ഓക്കെ, സോ ഡെഫിനിഷൻ നോക്കാം. റിട്രീവ് ഓൾ റോസ് ഫ്രം ദ ലെഫ്റ്റ് ടേബിൾ, ലെഫ്റ്റിലത്തെ എല്ലാ റോസും എടുക്കും, ആൻഡ് മാച്ചിങ് റോസ് ഫ്രം ദ റൈറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് മാച്ച് ആവുന്ന എടുക്കും. ഇപ്പൊ ഈ 3ന് 2 മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ 2 റോ വരും. ഓക്കെ, ഇനി റൈറ്റ് ജോയിൻ നോക്കാം. റൈറ്റ് ജോയിൻ എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ജോയിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, റൈറ്റിലത്തെ എല്ലാം എടുക്കും. ഇപ്പൊ എക്സാമ്പിൾ 2, ഓക്കെ ഇതെടുത്ത് കളയാം നമുക്ക്, 2 ഉണ്ട്, ഇതാണ് റൈറ്റിലത്തെ എല്ലാ റോസും വരും, 2 3 5 3. ഓക്കെ, ഇനി ഇതിന് മാച്ച് ആവുന്നത് ലെഫ്റ്റിൽ നിന്ന് എടുക്കും. ഓക്കെ, 2ന് മാച്ച് ആവുന്നത് ലെഫ്റ്റിലുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ എടുക്കുന്നത് നെയിം ആണ്. ഓക്കെ, സോ 2ന് മാച്ച് ആവുന്നത് ബോബ്, 3ന് മാച്ച് ആവുന്നത് ചാർലി, 5ന് മാച്ചിങ് ഒന്നുമില്ല, അപ്പോഴെന്താണ് നള്ള് വരും, 3ന് വീണ്ടും ചാർലി. ഓക്കെ, ഇതാണ് റൈറ്റ് ജോയിൻ വരുന്നത്. ഡെഫിനിഷൻ നോക്കാം. റിട്രീവ്സ് ഓൾ ഫ്രം ദ റൈറ്റ് ടേബിൾ ആൻഡ് മാച്ചിങ് റോസ് ഫ്രം ദ ലെഫ്റ്റ് ടേബിൾ. ഓക്കെ, റൈറ്റിലത്തെ എല്ലാ റോസ് വരും, പ്ലസ് മാച്ചിങ് ആവുന്നതിന് അതിന്റെ വാല്യൂ വരും, മാച്ചിങ് ആവുന്നില്ലെങ്കിൽ നള്ള്. ഓക്കെ, നെക്സ്റ്റ് ഇന്നർ ജോയിൻ നോക്കാം. ഓക്കെ, ഇന്നർ ജോയിൻ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് മാത്രം വരും. ഓക്കെ, മാച്ചിങ് വാല്യൂസ് മാത്രം വരും, അല്ല മാച്ചിങ് അല്ലാത്തതൊന്നും വരില്ല. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. റിട്രീവ് റോസ് ദാറ്റ് ഹാവ് മാച്ചിങ് വാല്യൂസ് ഇൻ ബോത്ത് ടേബിൾ. ഓക്കെ, രണ്ടിലും മാച്ചിങ് ആവുന്ന മാത്രം. ഇപ്പൊ ഇവിടെ നമുക്ക് 1 2 3 4 ഉണ്ട്, ഇവിടെ 2 3 5 3 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മാച്ച് ആവുന്നത് 2 3 ആണ് ഉള്ളത്,
5ന് മാച്ചിങ് ഇല്ല, 1ന് മാച്ചിങ് ഇല്ല, 4ന് മാച്ചിങ് ഇല്ല. അപ്പൊ 2 3 മാത്രമാണ് ഔട്ട്പുട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കസ്റ്റമർ ഐ ഡി, ഓർഡർ ഐ ഡി. ഓക്കെ, 2ന് മാച്ചിങ് ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, സോ ഓർഡർ ഐ ഡി 101, ഓർഡർ ഐ ഡി 103, 3, 104. ഓക്കെ, ഇതാണ് ഇന്നർ ജോയിൻ വരുന്നത്. നെക്സ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ റോസും വരും. ഓക്കെ, ഇതിലത്തെ എല്ലാ റോസും വരും, ഇതിലത്തെ എല്ലാ റോസും വരും. മാച്ചിങ്ങിന് മാച്ചിങ് വാല്യൂസ് വരും, മാച്ചിങ് ഇല്ലെങ്കിൽ നൾ വരും. ഓക്കെ, എടുക്കാം. നമുക്ക് ആദ്യം 1 ഉണ്ട്, 2, 3, 4 ഉണ്ട്. ഇപ്പുറത്ത് എന്താണ്, 5 ഉണ്ട്. ഓക്കെ, 3 2 പ്രാവശ്യം ഉള്ളതുകൊണ്ട് 3 2 പ്രാവശ്യം വരും. ഓക്കെ, സോ ഓർഡർ ഐ ഡി 101, 101 അല്ല. ഓക്കെ, 1ന് മാച്ചിങ് ഇവിടെ ഇല്ല, അപ്പൊ 1ന്റെ നള്ളാണ്. 2ന്റെ 102, 103, 2 ഉണ്ട്, 103ഉം നമുക്ക് 104ഉം. 4ന് മാച്ചിങ് ആയിട്ടൊന്നുമില്ല, അപ്പൊ നള്ള് വരും. 5ന് മാച്ചിങ് ആയിട്ട് അപ്പുറത്തില്ല, അപ്പൊ നള്ള് വരും. ഓക്കെ, എല്ലാം വരും. രണ്ടിലത്തെ എല്ലാ റോസും വരും. മാച്ചിങ് ഉള്ളതിന് മാച്ചിങ് വരും, മാച്ചിങ് ഇല്ലാത്തതിന് നള്ള് വരും. ഓക്കെ, സോ ജോയിൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പൈൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസ്ഡ് ഓൺ എ റിലേറ്റഡ് കോളം. ഒരു രണ്ട് ടേബിൾ തമ്മിലുള്ള റിലേഷൻ ഉള്ള ഒരു കോളം വെച്ചിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലത്തെ എല്ലാ റോസും വരും, മാച്ചിങ് ആവുന്ന റൈറ്റിലത്തെ വരും, മാച്ചിങ് ആവുന്നില്ലെങ്കിൽ നള്ള് വരും. റൈറ്റിലത്തെ അതുപോലെ തന്നെ, റൈറ്റിലത്തെ എല്ലാ റോസും വരും, മാച്ചിങ് ആവുന്ന ഈ ഐ മീൻ മാച്ചിങ് ആവുന്ന കോളത്തിന് മാച്ചിങ് വാല്യൂ ഉണ്ടെങ്കിൽ വാല്യൂ വരും, ഇല്ലെങ്കിൽ നള്ള് വരും. ഓക്കെ,